ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ഗയ ലത കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഗയ, എങ്ങനെയാണ് ഇവർ രണ്ടുപേരും താങ്കളുടെ ഒരു അടുത്തേക്ക് വരുന്നതിൻ്റെ സാഹചര്യം? ഇവരെങ്ങനെ കേരളത്തിലേക്ക് വന്നു, കായംകുളത്തേക്ക് എത്തി എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സംശയം. അതിനുള്ള വഴി ഒരുങ്ങിയത് എങ്ങനെയാണ്? കഴിഞ്ഞ 6 വർഷമായിട്ട് UAE-ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു മലയാളിയോടൊപ്പമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ മലയാളി നമ്മളുടെ കേരളത്തിൽ കായംകുളത്തുള്ള ഒരാളാണ്. അപ്പൊ അയാൾ വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ അയാളാണ് അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും അയാൾ വഴി എന്നെ വന്ന് പരിചയപ്പെടുകയും എന്റെ അടുക്ക കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. 9-ാം തീയതിയാണ് അവരിവിടെ എത്തുന്നത് നാട്ടില്. 9-ാം തീയതിയാണ് അവർ നാട്ടിലെത്തിയത് അല്ലേ? അതെ അതെ അതെ, 9-ാം തീയതി. അതിനുശേഷം ആ വിവാഹം അടക്കമുള്ള സൗകര്യങ്ങൾ താങ്കളുടെ നേതൃത്വത്തിൽ മറ്റുള്ളവരും കൂടി ചേർന്ന് അതെ, ആ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ആ വിവാഹത്തിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തിയെടുത്തത്. പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം മാത്രമാണ് നമ്മളത് ചെയ്തത്. കാര്യം അവരുടെ നാട്ടില് അവര് വളരെയധികം ഹിന്ദുമത തീവ്രവാദികളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഗാലിബിന്റെ വീട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ വധഭീഷണി ഉൾപ്പെടെയുണ്ട്, ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശകരമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പലതരത്തിലുള്ള ഫേക്ക് ന്യൂസുകളും ഫേക്ക് കേസുകളും ഇവരുടെ പുറമെ അവര് ചുമത്തുന്നുണ്ട്. പക്ഷെ ഇവരെ കൂട്ടിക്കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ, ഇവരെ ഉപദ്രവിക്കണം എന്നുള്ള രീതിയിലുമാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഗാലിബിനെ അല്ല ആവശ്യം, അവർക്ക് ആ പെൺകുട്ടിയാണ് തിരിച്ചു വേണ്ടത്. ഇപ്പൊ ഈ വന്ന പോലീസുകാരുടെ ഉദ്ദേശവും അത് തന്നെയാണ് ജാർഖണ്ഡിൽ. ഈ വിഷയത്തിൽ കേരളത്തിൽ നമ്മുടെ പോലീസ് സംവിധാനം എടുത്ത ഒരു സ്റ്റാൻഡ് നിർണായകമാണല്ലോ. കാരണം അവരെ വിട്ടു നൽകാൻ. അതെ, അവര് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാര്യം അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ഒരു പോലീസ്, കായംകുളം പോലീസിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് SI CI ഇവരിൽ നിന്നെല്ലാം വളരെയധികം സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ കുട്ടികളെ ഇതുവരെ അവരുടെ കൂടെ പറഞ്ഞു വിടാനായിട്ടൊന്നും നമ്മുടെ പോലീസുകാരാണ് നമ്മളോടൊപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത്. അപ്പം അവരുടെയാണ് ആ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം, അവരെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഇപ്പോൾ മുസ്ലിം മതാചാര പ്രകാരമുള്ള വിവാഹം നടന്നു, ഇനി ഹിന്ദു മതാചാര പ്രകാരം വിവാഹമുണ്ടോ? അങ്ങനെ ആ ദമ്പതികൾ അങ്ങനെയും ആഗ്രഹിക്കുന്നു. പ്രകാരം അവരുടെ രീതിയിൽ, നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള വിവാഹം അവര് ഇന്നലെ തന്നെ അത് കഴിഞ്ഞിരുന്നു ഒരു അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും അല്ലാതെ അവരുടെ കയ്യിലാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പൊ നാട്ടിലിപ്പൊ വന്നതല്ലേ അവർ, അപ്പൊ ഇവിടെ അത്രയും സുരക്ഷിതമായിട്ടായിരിക്കുമല്ലോ, സുരക്ഷിതത്വം. അവരിപ്പോൾ എവിടെയാണുള്ളത്? കായംകുളത്ത് തന്നെയാണോ സുരക്ഷിതമായി? അവര് കായംകുളത്ത് തന്നെ സുരക്ഷിതമായ ഒരിടത്തുണ്ട്. ഈ ജാർഖണ്ഡിൽ നിന്ന് വന്ന പോലീസുകാരും ഇതുവരെ പോയിട്ടില്ല, കായംകുളത്ത് തന്നെ നിൽക്കുകയാണ്. പെൺകുട്ടി ഇല്ലാതെ പോകത്തില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവരും നിൽക്കുന്നത്. ഇവിടുത്തെ നമ്മൾ ഏതൊക്കെ തരത്തില് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും അവരത് മനസ്സിലാക്കുന്നത് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. നമുക്ക് പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും സ്വതന്ത്ര തീരുമാനമെടുക്കാം, അവർക്ക് സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാം. അത് ആ കാര്യം അവർക്ക് എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടാത്തത്? അവർക്ക് അതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബോധമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും ഈ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഇതേപോലുള്ള ആളുകൾക്കോ ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു ബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. 18 വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും സ്വന്തമായി തീരുമാനം എടുക്കാന്ന് പോലുമുള്ള അറിവ് ഇവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. താങ്കൾ ഈ ഹൈക്കോടതിയിൽ പോയത് കൊണ്ട് എന്ത് തരത്തിലുള്ള നിയമസംരക്ഷണമാണ് അവർക്ക് കൊടുക്കാൻ കഴിയുക? ആ മൂവ്മെന്റ് എവിടം വരെയാണ് നിൽക്കുന്നത്? ഹൈക്കോടതിയിൽ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതലായിട്ടും ശ്രാവണാണ് ഇപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത് ഹൈക്കോടതിയിൽ, അഡ്വക്കേറ്റ് ശ്രാവൺ എന്ന്. അപ്പം പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ടും അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം തന്നെ. അവരെ പ്രൊട്ടക്ട് ചെയ്യുക, മാക്സിമം ഇവിടെ നിന്ന് അവരെ കൊണ്ടുപോകാതിരിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടേക്ക് എത്തിയപ്പോൾ നമുക്ക് കേരളത്തിൽ പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു. അതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് ഇവിടെ നേരിടുന്നുണ്ടോ? ഉദാഹരണമായി ഒരുപക്ഷെ ഇത് കൂടുതൽ ആളുകളിലേക്ക് വാർത്ത എത്തുമ്പോൾ കേരളത്തിലും ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം ചില തീവ്രവാദ അല്ലെങ്കിൽ മത ആശയങ്ങൾ ശക്തമായി പിന്തുടരുന്നവരുണ്ട്. അത്തരം ചില സമ്മർദ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതാണ് പറയാനുള്ളത്. ഒരു തരത്തിലും ഇതുവരെയും മറ്റുള്ള ഒരുത്തരിൽ നിന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടില്ല കേരളത്തില്.
കേരളത്തിൽ യാതൊരു വിധത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ചോ, അവരൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു, അതിനവർ മുന്നോട്ട് വന്നു എന്നുള്ളതല്ലാതെ അതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ടതായിട്ടില്ല. അവരിരുവരും അവരുടെ മതങ്ങളെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ഗയ, ഈ വിഷയത്തിൽ ഇതിപ്പം നമുക്കറിയാം, ഈ സംഭവത്തിൽ താങ്കൾ അടക്കമുള്ളവർ ഇടപെട്ടു, അന്ന് പോലീസ് സംവിധാനം ഒരു സുരക്ഷ നൽകി. പക്ഷേ നമുക്കിതൊരു കേരളത്തിന്റെ മാതൃകയായി ഉയർത്തിക്കാട്ടണം. കേരളത്തിന്റെ പാരമ്പര്യം നമ്മൾ ഇക്കാര്യങ്ങളിലൊക്കെ മാതൃക കാട്ടിയിട്ടുണ്ട്. അത് ആ കുടുംബം, ആ ദമ്പതികളും അത് കേരളത്തെ വിശ്വാസം അർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ അവർക്ക് ഈ ദമ്പതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ അവരും കൂടെ ഒന്നിച്ച് നിൽക്കേണ്ടതില്ലേ, നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കപ്പുറം? തീർച്ചയായും ഞാനത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അവരിൽ നിന്ന്. അവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ അവർക്ക് മരിക്കാനായിരുന്നെങ്കിൽ അവർക്ക് അത് നേരത്തെ ആവായിരുന്നല്ലോ. അവർക്ക് ഇവിടം വരെ ഓടി വരേണ്ടതില്ല. അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കണമെന്നാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ഗയ സംസാരിച്ചതിന്. ശരണ്യ